യൂണിവേഴ്സിറ്റി കോളേജ് മുൻ അധ്യാപകൻ എ.ജെ. ജോർജ് കൂടെ ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ എ.ജെ. ജോർജ്, ഇപ്പോൾ വലിയ ഒരു ഇതിപ്പോൾ നമുക്ക് അത്ഭുതമുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിനു മുൻപും പലതവണ എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന പടിയാണോ ഇതെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. കാരണം പലതവണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതൊന്ന് കെട്ടടങ്ങുമ്പോൾ അടുത്ത സംഭവം വീണ്ടും ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു നിര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തിരയാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും പറയുകയാണ്, അനസാണ് ഇപ്പോൾ ആ ഒരു നിരയിൽ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പല വർഷങ്ങൾ അധ്യാപകനായിരുന്ന ഞാനിപ്പോൾ അപമാനം കൊണ്ട് തലകുനിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയോടെ തുടങ്ങിയതല്ല. 2 ദശാബ്ദങ്ങളായി യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പരമ്പരയുടെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ വീണ്ടും വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇടിമുറി എന്ന ദുഷ്പേരുണ്ടായിരുന്ന ആ കോളേജിലെ ഒരു മുറി അത് ഒഴിപ്പിച്ച് അതിനകത്ത് നിന്ന് മദ്യക്കുപ്പികളും മാരകായുധങ്ങളും ഒക്കെ പിടിച്ചെടുത്ത സംഭവം ഇപ്പോഴും കേരള പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കേരളത്തിലെ കലാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഈ തരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രമായി എന്ന് കേൾക്കുന്നത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്? ഇടിമുറി പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇടിമുറി വലിയ വിവാദമായപ്പോൾ ആ മുറി ഒഴിപ്പിച്ചതൊരു ക്ലാസ് മുറിയാക്കുകയും അവിടെ അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് കർശനമായി നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടായിരുന്നു 2 വർഷം അല്പം ശാന്തത ബാഹ്യമായിട്ടെങ്കിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ക്രൂരമായ തനി ആവർത്തനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ആരാണ് ഇതിനെ കൂട്ടുനിൽക്കുന്നത് എന്നത് അടിയന്തരമായി പരിശോധിച്ച് അവരുടെ മേൽ ശക്തമായ നടപടികൾ എടുക്കണം. അവിടുത്തെ പ്രിൻസിപ്പലിന്, അവിടുത്തെ ഒരു കൂട്ടം അധ്യാപകർ ഇതിനൊക്കെ നിശബ്ദരായി നോക്കുകുത്തികളായി പരോക്ഷമായി ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് ആ കോളേജിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തുകൊണ്ട് പ്രിൻസിപ്പലിനെ ഈ കാര്യത്തിൽ തക്കതായ ഉചിതമായ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല? ഇപ്പോൾ കേട്ടത് ഓഫീസിനടുത്ത് തന്നെയാണ് ഇപ്പോൾ കോളേജ് യൂണിയന് ഒരു പ്രത്യേക മുറി കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് എസ്.എഫ്.ഐക്ക് ഒരു പ്രത്യേകമായ പ്രവർത്തന മുറി കൊടുത്തിരിക്കുന്നു. എവിടെയാണ് ഇങ്ങനെ കോളേജിലെ മുറികൾ ഇതുപോലെ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി വേർതിരിക്കാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇത് അടിയന്തരമായി ആ മുറികൾ ഒഴിപ്പിച്ച് അത് ആർജവമുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൽ മേൽ നടപടികൾ സ്വീകരിക്കണം. അതായത് ക്ലാസ് നടക്കുമ്പോൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും ആ ക്ലാസ് മുറികൾ വിട്ടിട്ട് ഇതുപോലെ അവർ തന്നെ ഉണ്ടാക്കിയ സംഘടനാ മുറികളിലോ യൂണിയൻ മുറികളിലോ ഇരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ വ്യവസ്ഥകൾ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനവും മറ്റും നടക്കുന്നത് ക്ലാസ് ഇല്ലാത്ത സമയത്തായിരിക്കണം. ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികൾ ഒരെണ്ണം പോലും അധ്യയന സമയത്ത് പുറത്ത് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. എന്നാൽ അവിടെയുള്ള അധ്യാപകർ ഏതാണ്ട് ഒരു 100 കണക്കിന് അധ്യാപകരുള്ള ആ കലാലയത്തിൽ ഈ തരത്തിലുള്ള പ്രവണത നടക്കുമ്പോൾ അതിനെ വിലങ്ങിടാൻ, അതിനെ തടയാനായി അവിടുത്തെ അധ്യാപകരോ പ്രിൻസിപ്പലോ അനധ്യാപകരോ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഇടിമുറിയാണെങ്കിൽ ഇത് അവസാനത്തെ സംഭവമില്ല, തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ, ഈ പീഡനത്തിന് വിധേയനായ കുട്ടി ആരാണ് പീഡിപ്പിച്ചതെന്ന് കൃത്യമായി പേര് സഹിതം പരാതി കൊടുത്തിട്ടും ഇപ്പോഴും അവരുടെ മേൽ യുക്തമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടില്ല. ഒളിവിലാണെന്നാണ് പറയുന്നത്. പണ്ട് PP ദിവയെ ഒളിയിൽ പാർപ്പിച്ചതിന്റെ ഒരു തനി ആവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് സംഘടിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായി നടക്കുന്നതാണ്. പോലീസുകാരെ മനഃപൂർവ്വം ആക്കിയിരിക്കുന്നു. അവരിൽ തന്നെ രാഷ്ട്രീയ വിധേയത്വമുള്ള ആളുകൾ മൗനം പാലിക്കുന്നു. ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാകട്ടെ, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരാകട്ടെ, അവർ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഇതിൽ പ്രതികളായവരെ കസ്റ്റഡിയിലെടുത്തിട്ട് മേൽ നടപടികൾ സ്വീകരിക്കാനായി സാധിക്കും. എന്നാൽ അവരും രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രണത്തിൽ വിധേയമായി പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധ്യമല്ല.
അതുകൊണ്ട് ഈ ഇടിമുറികൾ ശ്രീ ജോർജ്, അതായത് ഈ ഒരു അവസരത്തിൽ അധ്യാപകർക്കടക്കം വലിയ രീതിയിലുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഒരു അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. അധ്യാപകരടക്കം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് വാർത്തകൾ വരുന്നത്. താങ്കളും അവിടുത്തെ ഒരു മുൻകാല അധ്യാപകനായിരുന്നു. ഈ ഒരു വിഷയത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊരു പരിധിവരെ ശരിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അധ്യാപകരും ഭരണപക്ഷ സംഘടനകളായി പ്രവർത്തിക്കുന്ന ദുസ്ഥിതിയാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. ഭരിക്കുന്ന കക്ഷിയോട് വിധേയത്വമുള്ള അധ്യാപകർ അവർ തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും അധികം പറ്റല്ല. അവരുടെയൊക്കെ നിശബ്ദമായ പ്രേരണ കൊണ്ടാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങളും ഇതുപോലെയുള്ള ഗുണ്ടായുസവും ഇതുപോലെയുള്ള നെറികെട്ട പ്രവർത്തനങ്ങളും അവരുടെ മൂക്കിന് താഴെ നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ ബഹുഭൂരിപക്ഷം അധ്യാപകരും ഭരണകക്ഷിയോട് വിധേയത്വമുള്ള അധ്യാപക സംഘടനകൾ ഉൾപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും വല്ലതും വീണ് കിട്ടുന്നെങ്കിൽ ആകട്ടെ എന്നുള്ളത് കൊണ്ട് അവർ കൊടി പിടിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ദുസ്ഥിതിയാണുള്ളത്. കേരളത്തിലെ 1-ാം നമ്പർ കലാലയം എന്നൊക്കെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനമാകേണ്ടത് ഇപ്പോൾ അപമാനമായി വന്നിരിക്കുകയാണ്. ഇടിമുറിയുള്ള ഒരു സ്ഥാപനമാണോ ഈ പറയുന്ന ലോക നിലവാരമുള്ള ഒരു സ്ഥാപനം? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, ഉന്നതമായ റാങ്കിംഗ് ഉള്ള സ്ഥാപനമാണ്, നിലവാരമുള്ള സ്ഥാപനമാണെന്ന് എങ്ങനെ പറയാനായി സാധിക്കും? അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് പാർട്ടികൾക്ക് പോലും ബന്ധമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ. അവരെയൊക്കെ അപ്പോൾ തന്നെ ശാരീരികമായി കൂടി കൈകാര്യം അവിടുത്തെ എത്രയോ പെൺകുട്ടികളാണ് പഠിക്കാൻ കഴിയാതെ സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള സ്വന്തം SFI പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ SFI പ്രവർത്തകരിൽ നിന്നും തന്നെ മർദ്ദനമേറ്റിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്, എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വലിയ വിമർശനവും പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.